അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മിൽ പല ആളുകൾക്കും ഉള്ള ആളുകളുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിലും നമ്മുടെ കൂട്ടുകാരിലും നമ്മുടെ അയൽവാസികളായിട്ടും നമ്മുടെ നാട്ടിലായിട്ടും പല മാറാ രോഗങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മാറും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ രോഗങ്ങളെ തൊട്ട് ശമനം ഉണ്ടാകും. ഇതൊക്കെ ഒരു സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്ന ഒന്നാണ്. നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഭൂരിഭാഗവും മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ തന്നെയാണുള്ളത് അല്ലേ? ഓരോരോ ബുദ്ധിമുട്ടുകൾ കുട്ടികളുടേതാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് പല ആളുകളും. അപ്പോൾ ഇതൊക്കെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പോകും. അതുപോലെ തന്നെ രോഗങ്ങളെ തൊട്ടുള്ള ശമനം ഉണ്ടാകും. ഇതൊക്കെ ഏത് സ്വപ്നം കണ്ടാലുള്ള വ്യാഖ്യാനമാണ് എന്നുള്ളതാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മസ്ത് സ്വപ്നം കണ്ടാൽ അത് പല വിധത്തിലുണ്ട്. സാധാരണ അനുമാനത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുമ്പോൾ നമ്മൾ ലഹരിക്ക് അടിമയാകും, കുടിയനാകും എന്നൊക്കെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുക. മസ്ത് സ്വപ്നം കണ്ടാൽ അല്ലേ, ലഹരി ഉപയോഗിച്ചാലാണ് നമ്മൾ സാധാരണ മസ്തൊക്കെ ആവുക. അപ്പോൾ എന്നാൽ മഹാനായ ഇമാം നാബൽസി എന്നവർ അടുത്തൊരു കിതാബിൽ 256 പേജിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഉറക്കിൽ ഒരാൾ മസ്ത് പിടിച്ചതായിട്ട് എങ്ങനെ സ്വപ്നം കാണാണ്. ഒരാൾ ഉറക്കിൽ അങ്ങനെ മസ്ത് പിടിച്ചതായിട്ട് എങ്ങനെ സ്വപ്നം, എന്ത് കുടിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്ത് കഴിച്ചിട്ടാണോ അല്ലെ മസ്ത് പിടിച്ചതെന്നില്ല, മസ്ത് പിടിച്ചതായിട്ട് അങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? സന്തോഷത്തിൻ്റെ മേലാണ് അത് അറിയിക്കുന്നത്. പിന്നെ രോഗങ്ങളെ തൊട്ടുള്ള ശമനം, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ മാറും. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ മാറും എന്നുള്ളതൊക്കെയാണ് വ്യാഖ്യാനം. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ആനന്ദിക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് തെറ്റ് തന്നെയാണ്. ലഹരി ഉപയോഗം തെറ്റാണ്. അത് ആനന്ദം കിട്ടുന്നുണ്ട്, എന്നാലും അത് തെറ്റ് തന്നെയാണ്. ആനന്ദം കിട്ടുന്ന ഒന്നാണത്. അത് ഉപയോഗിക്കുക നമ്മളിപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ വളരെ രീതിയിൽ 90% ചെറുപ്പക്കാരൊക്കെ അതിൻ്റെ അടിമകളായിട്ട് മാറിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ നിന്നൊക്കെ കുട്ടികളെയും ചെറുപ്പക്കാരെയൊക്കെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സന്തോഷം ഉണ്ടാകും, രോഗങ്ങളെ തൊട്ടുള്ള ശമനം ഉണ്ടാകും, പിന്നെയോ ബുദ്ധിമുട്ട് മാറും. അതൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് മസ്ത് സ്വപ്നം കണ്ടാൽ. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.